ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ താരം ഉണ്ടെങ്കിലും താരത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും BCCI ഒഴിവാക്കിയിരുന്നു. ഓസ്ട്രേലിയക്കെതിരെയുള്ള ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായിട്ട് രോഹിത് ശർമ്മയെ നിലനിർത്തിയപ്പോൾ രോഹിത് ശർമ്മയിൽ നിന്നും ക്യാപ്റ്റൻസി ശുഭ്മാൻ ഗില്ലിനെയാണ് BCCI ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയുടെ ഏകദിന ഫോർമാറ്റിൽ അധികം നാൾ കളിക്കാൻ രോഹിത് ശർമ്മ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനോടകം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും 2020 ഫോർമാറ്റിൽ നിന്നും വിരമിച്ച രോഹിത് ശർമ്മ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ രോഹിത് നയിക്കുമെന്നാണ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ശുഭ്മാൻ ഗില്ലായിരിക്കും 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാകുക. ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയോടെ രോഹിത് ശർമ്മ ഏകദിന ഫോർമാറ്റിൽ നിന്നും വിരമിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും കൂടെ പുറത്തു വരുന്നുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് പുറമെ ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയും 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ യോഗത്തിന് അവസാനമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.